അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ 37-ാം അധ്യായം സൂറത്തു സ്വാഫാത്തിൻ്റെ 84-ാമത്തെ വചനം, ഇദ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച് ആ ആയത്തിൽ പരാമർശിക്കുകയാണ്. അദ്ദേഹം തൻ്റെ നാഥനെ കണ്ടുമുട്ടുന്നത് ബിഖൽബിൻ സലീം, കപടരഹിതമായിട്ടുള്ള സംശുദ്ധമായിട്ടുള്ള ഹൃദയം കൊണ്ടാകുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ജീവിത വിശുദ്ധി പൂർണ്ണമായിട്ട് നിലനിർത്തിയിട്ടുള്ള മഹാനായ ഒരു പ്രവാചകൻ്റെ ചരിത്രമാണ് ആ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഖൽബുൻ സലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കമായ ഹൃദയം, സംശുദ്ധമായിട്ടുള്ള ഹൃദയം എന്നൊക്കെ അർത്ഥം വരുന്ന ആ പദം പരിശുദ്ധ ഖുർആനിലെ 2 തവണയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്ന് നമ്മൾ സൂചിപ്പിച്ചത്, മറ്റൊന്ന് സൂറത്തു ശുഅറായിൽ തന്നെ 26-ാം അധ്യായത്തിൻ്റെ 89-ാമത്തെ വചനം. ഖൽബുൻ സലീം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സ്, ഒരു മനുഷ്യൻ്റെ ഹൃദയം സംശുദ്ധമായിട്ടുള്ള കറപുരളാത്ത ഹൃദയമായി തീരുക. അവൻ ബഹുദൈവ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന്, അതുപോലെ ദുരാചാരങ്ങളും പുത്തനാചാരങ്ങളും തിന്മകളും എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്ന ഇച്ഛകൾ, പാപങ്ങൾ, അതിൽ നിന്നെല്ലാം മുക്തമായിട്ടുള്ള ഒരു ഹൃദയം, അതാണ് അൽ ഖൽബുസ് സലീം, ശുദ്ധമായിട്ടുള്ള ഹൃദയം എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. അലാ ഇന്ന ഫിൽ ജസദി മുൽഗത്തുൻ, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലുഹ, അത് ശരിയായാൽ, നന്നായാൽ, സ്വലുഹൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ നന്നായി. വഇദാ ഫസദത്, അതെങ്ങാനും
ചീത്തയായാൽ, കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുക്കെ കുഴപ്പമായി എന്നുള്ളതാണ്. അലാ വഹിയൽ ഖൽബ്, അറിയുക, അതാണ് ഹൃദയം. അപ്പം മനുഷ്യൻ്റെ ഹൃദയം നന്നായി തീരുക എന്നുള്ളത്, അതാണ് ഒരു മനുഷ്യൻ നന്നായി തീരാൻ വേണ്ടി ആദ്യമായിട്ട് വേണ്ടത്. മനുഷ്യൻ്റെ മനസ്സ് നന്നാവണം. നിങ്ങൾ നോക്കൂ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ അനേകമായിരം തിന്മകളുടെ ഒരു വലയത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പിശാച് നിരന്തരം നമ്മെ തിന്മയിലേക്ക്, അധർമ്മങ്ങളിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ഈമാൻ സന്നിവേശിപ്പിച്ച് ആ ഈമാനിൻ്റെ ദൃഢതയിൽ, ആ ഈമാനിൻ്റെ ശക്തിയിൽ, അതിൻ്റെ പ്രഭ കൊണ്ട് ഈ തിന്മകളെ പ്രതിരോധിച്ചുകൊണ്ട്, ഈ തിന്മകൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഈമാനിക ബലം, ഒരു കരുത്ത്, അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചല്ലോ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. എൻ്റെ നാഥ, എന്നെ നീ അപമാനപ്പെടുത്തല്ലേ. ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ പരലോകത്ത് വെച്ച് നീ എന്നെ അപമാനപ്പെടുത്തല്ലേ. സന്താനങ്ങളും സമ്പത്തുമൊന്നും ഉപകരിക്കാത്ത ആ ദിവസം, ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായിട്ടുള്ള ഹൃദയവുമായി കൊണ്ട് അള്ളാഹുവിനെ സമീപിച്ചവനൊഴികെ എന്നുള്ള ആ വചനങ്ങൾ വ്യക്തമാക്കി തരുന്നത്, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥ അത് നന്നാകൽ വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മാത്രമേ അവന് പരലോക വിജയമുള്ളൂ എന്നുള്ളതാണ്. നല്ല ജാഗ്രത വേണം പ്രിയമുള്ളവരെ. നിങ്ങൾ നോക്കൂ, മുൻഗാമികളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ കഴിഞ്ഞു പോയിട്ടുള്ളത് വളരെയധികം തികഞ്ഞ ജാഗ്രതയും സൂക്ഷ്മതയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മദീനയിൽ ബൈത്തുൽ മാൽ എന്ന് പറയുന്ന സമുദായത്തിൻ്റെ സമ്പത്ത് അത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഗോഡൗൺ, ആ ഗോഡൗണിൽ നിന്ന് അല്പം പഴങ്ങൾ ഭക്ഷിച്ച കുഞ്ഞു കുട്ടി, ശൈശവം മാറാത്ത മുട്ടിലിഴയുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞു വായിലിട്ടപ്പോൾ ഹറാമായത് എൻ്റെ മകൻ, എൻ്റെ കുഞ്ഞ് അത് ആസ്വദിച്ചുകൂടാ, അവൻ്റെ വിശപ്പകറ്റിക്കൂടാ, അവൻ്റെ മോഹം അതുകൊണ്ട് തീർത്തുകൂടാ എന്നുള്ള അടിയുറച്ച ജാഗ്രത കൊണ്ട് ആ കുഞ്ഞിൻ്റെ എട്ടും പൊട്ടുമറിയാത്ത ആ കുഞ്ഞിൻ്റെ വായിൽ കൈയിട്ടുകൊണ്ട് അത് പുറത്തേക്ക് മാറ്റുകയാണ്. സഹോദരങ്ങളെ, അതാണ് ജീവിതത്തിലുള്ള സംശുദ്ധി. നമ്മുടെ മുമ്പിലുള്ള പാഠം അതാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള അവസ്ഥ എന്താ? ഒരു ഭാഗത്ത് നമസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു. പക്ഷേ സാമ്പത്തിക രംഗത്ത് ഒക്കെ എന്താണ് ആളുകളുടെ അവസ്ഥ? നമ്മൾ സൂചിപ്പിച്ചല്ലോ, പിശാച് നിരന്തരം തിന്മയിലേക്ക്, അധർമ്മത്തിലേക്ക്, നരകത്തിലേക്ക് മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. പിശാചിൻ്റെ കർത്തവ്യം എന്താ? പിശാചിൻ്റെ അജണ്ട എന്താ? നിന്നെ നരകത്തിൻ്റെ ഏറ്റവും അഗാധ ഗർത്തത്തിൻ്റെ വക്താവായി, അവിടുത്തെ നിവാസിയായി മാറ്റുക എന്നുള്ളതാണ് പിശാചിൻ്റെ മുഖ്യ ചുമതല. അതിലേക്ക് ആ പിശാച് രാവും പകലും നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ നശിക്കാൻ സാധ്യതയുണ്ട് പ്രിയമുള്ളവർ. ഏതുപോലെ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം, ഒരു ഇരുമ്പിൻ്റെ ആയുധം നിങ്ങൾ നിലത്തിട്ട് നോക്കൂ, കുറേ കഴിയുമ്പോൾ അത് ദ്രവിച്ച് നശിക്കും. അതുപോലെ നമ്മുടെ ഈമാൻ അത് നമ്മളെ കൂടുതൽ പരിചരിച്ച് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ, ഈമാനിനെ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ അത് തകർന്നു പോകും. 14-ാം രാവിലെ പൂനിലാവ്, പൂർണ്ണചന്ദ്രൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ചന്ദ്രനെ മറക്കുന്ന മേഘങ്ങൾ
അതുപോലെ നമ്മുടെ ഈമാനിനെ മറക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്, നമ്മുടെ പിന്നിലുണ്ട്, ഇടത്തും വലത്തും താഴെയും മുകളിലും സർവരംഗങ്ങളിലുമുണ്ട്. ആ തിന്മകളെന്ന് പറയുന്നത് അലങ്കൃതമാക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളാണ്. ആ അലങ്കരിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നന്മയല്ലേ, അതെനിക്ക് ചെയ്തുകൂടെ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവും. അരുത് സഹോദരാ, നമ്മൾ ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള. സാമ്പത്തിക രംഗം നിങ്ങൾ നോക്കൂ. പണത്തിനോട് ഇഷ്ടമില്ലാത്ത ഏത് മനുഷ്യനാ ഉള്ളത്? എല്ലാവർക്കും പണത്തിനോട് മോഹമുണ്ട്. പക്ഷേ എങ്ങനെയും പണം സമ്പാദിക്കുവാൻ അനുവാദമുണ്ടോ? ഒരിക്കലും പാടില്ല. പക്ഷേ ഇന്ന് നമ്മുടെ പ്രബുദ്ധമായ കേരളം എന്നൊക്കെ നമ്മൾ പറയുന്ന കേരളത്തിൽ തട്ടിപ്പുകളുടെ ശൃംഖലയാണ്, അതിൻ്റെ പരമ്പരയാണ്. ഇപ്പം സീരിയൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിൻ്റെ തുടർച്ച, കണ്ണിമുറിയാത്ത തുടർച്ചകളാണ് തട്ടിപ്പുകളുടെ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. സർവവ്യാപിയായിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ തട്ടിപ്പുകൾ എന്നുള്ളതാണ് പറയുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ വീട്ടമ്മമാര് മുതൽ IT കമ്പനികളിൽ ജോലി ചെയ്യുന്ന, ഉന്നതമായ ശമ്പളം വാങ്ങുന്ന, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന എഞ്ചിനീയർമാർ വരെ തട്ടിപ്പുകൾക്ക് വിധേയമാക്കപ്പെടുന്നു. എന്തുകൊണ്ട്? വലിയ ശമ്പളം, ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്നു. പക്ഷെ എന്നിട്ടും തീരാത്ത മോഹങ്ങളല്ല, വ്യാമോഹങ്ങൾ, അതിമോഹങ്ങൾ, ആക്രാന്തങ്ങൾ അവനെ ചതിക്കുഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. സൈബർ ഉദ്യോഗസ്ഥനെ പോലും ചതിക്കുഴിയിൽ ഉൾപ്പെടുത്തുന്ന സൈബർ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ സാമ്പത്തിക രംഗത്തുണ്ട് എന്നാണ് പറയുന്നത്. തട്ടിപ്പുകളെ തന്നെ വിവിധ ഇനങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ന്യൂജൻ തട്ടിപ്പുകൾ, പേഴ്സണലൈസ്ഡ് തട്ടിപ്പുകൾ, ഹൈടെക് തട്ടിപ്പുകൾ, ഇങ്ങനെ വിവിധ രൂപത്തിൽ. നിങ്ങൾ നോക്കൂ, മലപ്പുറത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ 42 ലക്ഷം രൂപ. അതേ അവസരത്തിൽ അതേ ദിവസം കണ്ണൂരിലെ ഒരു പ്രവാസിയുടെ 47.5 ലക്ഷം രൂപ. അതേ ദിവസം ഏതാണ്ട് മണിക്കൂറുകൾക്ക് വ്യത്യാസം ഇല്ലാതെ തന്നെ കോട്ടയത്ത് ഒരു റിട്ടയേർഡ് വ്യോമസേന ഉദ്യോഗസ്ഥന്റെ 49.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനുഷ്യന് പണത്തിനോടുള്ള അർഹത, ആക്രാന്തം, അത് ഹലാല് നോക്കാതെ, ഹറാമ് നോക്കാതെ പണം കിട്ടണം, സമ്പത്ത് വേണം എന്നുള്ള ചിന്തയാണ്. ഇന്നലെ കുവൈത്തിൽ നിന്ന് അവിടുത്തെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു വകുപ്പായിട്ടുള്ള വാണിജ്യ വകുപ്പ് നടത്തുന്ന ഒരു നറുക്കെടുപ്പ്. ആ നറുക്കെടുപ്പിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഒരു ഈജിപ്ഷ്യൻ വനിതയെയും പിടിക്കുകയുണ്ടായി. എന്താ പ്രശ്നം? തുടർച്ചയായി 4 തവണ ലക്ഷറി കാറാണ് അത് കിട്ടുന്നത് ഒരേ വനിതക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ $36 ലക്ഷം നഷ്ടം, അല്ലെങ്കിൽ അത്രയും സമ്പത്താണ് ഇവർ അടിച്ചു കൊണ്ടുപോയത് എന്നുള്ളതാണ്. അവർ പിടിക്കപ്പെട്ടു. ഇതുപോലെ പല തട്ടിപ്പുകളും. ഒരു സംഭവം പറയുന്നത്, ആരെയും ആക്ഷേപിക്കല്ല, ഈ നറുക്കെടുപ്പുണ്ടല്ലോ, പലതരം നറുക്കെടുപ്പ്, ഹലാലല്ലാത്ത നറുക്കെടുപ്പുകൾ, ഇത് ഒരേ വ്യക്തിക്ക് കിട്ടുന്നു. അതിന് സൂത്രങ്ങളും തന്ത്രങ്ങളും, തന്ത്രം എന്ന് പറഞ്ഞാൽ പോലെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ഫസ്റ്റ് കിട്ടുന്ന ആൾ ഒരു കടലാസാണെങ്കിൽ അത് ഒരു ഭാഗത്ത് ഒട്ടിച്ചു വെക്കുക, എന്നിട്ട് നറുക്കെടുക്കുക എന്നുള്ള വ്യാജേന ഇന്ന സ്ഥലത്ത് നിന്ന് അത് പ്രത്യേകം കൈയിട്ടെടുക്കുന്ന ആ രൂപത്തിൽ മനുഷ്യന്മാരെ കഴുതകളാക്കുന്ന രൂപത്തിലുള്ള നറുക്കെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ. അത് മാത്രമാണോ? ജ്വല്ലറികളിൽ പഴയ സ്വർണ്ണം നിക്ഷേപിച്ചാൽ
അതേ തൂക്കത്തിൽ പുതിയ സ്വർണം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പുകൾ ഇപ്പം ഈ സെപ്റ്റംബർ മാസം, കഴിഞ്ഞ മാസം 13-ാം തീയതി 20 കോടിയോളം രൂപയുടെ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നു എന്ന. ഇങ്ങനെ ഇഷ്ടം പോലെ ഞാനതൊക്കെ പറയല്ല. എന്തുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതെന്താ പഠിപ്പിക്കുന്നത്? എങ്ങനെയും സമ്പാദിക്കാം എന്നുള്ളൊരു ചിന്ത മനുഷ്യരുടെ മനസ്സിലുണ്ട്. അത് വിശ്വാസിക്ക് പാടില്ല. നമ്മുടെ ഹൃദയം കളങ്കപ്പെട്ടുകൂടാ, നമ്മുടെ മനസ്സ് മലിനമാക്കപ്പെട്ടുകൂടാ, നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള ചിന്തയുണ്ടാകണം. സഹോദര, നിന്റെ വസ്ത്രത്തിൽ, നിന്റെ ഭക്ഷണത്തിൽ, നിന്റെ സമ്പത്തിൽ, നിന്റെ സമ്പാദ്യത്തിൽ ഹറാമായ വല്ലതുമുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന റബ്ബ് കേൾക്കാൻ വേണ്ടി പോകുന്നില്ല. നീ 24 തവണ ഹജ്ജ് ചെയ്താലും ശരി, നിനക്ക് നിന്റെ സമ്പത്തിൽ ഹറാമായതുണ്ടോ അത് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് സ്വഹീഹ് മുസ്ലിമിലെ 1015-ാമത്തെ വചനം അതിൽ കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, ദീർഘമായി യാത്രകൾ ചെയ്ത്, ത്യാഗങ്ങൾ അനുഭവിച്ച്, ശാരീരിക വൈഷമ്യങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഹജ്ജിന് വന്നൊരു മനുഷ്യൻ വളരെ ദൈന്യതയോടുകൂടെ ആകാശലോകത്തേക്ക് ഇരു കൈകളും നീട്ടിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന് ഉത്തരം ലഭ്യമാകുക? എന്താ കാരണം? അവൻ്റെ ദുആക്ക് ജവാബ് കിട്ടാതിരിക്കാനുള്ള കാരണം എന്ത്? ആ കാരണം എന്താ? കാരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം. എന്താണ് ഞാൻ പരിശോധിക്കേണ്ടത്? അവൻ്റെ ഭക്ഷണം മത്അമുഹു ഹറാം, അവൻ കഴിച്ചത് ഹറാം. അതുപോലെ മശ്റബഹു ഹറാം, അവൻ കുടിച്ചത് ഹറാം. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചത് ഹറാം. വഹുദിയ ഫിൽ ഹറാം, അവൻ ഹറാമിലാണ് വളർന്നു വന്നത്. എന്നിട്ട് അവന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന ആര് സ്വീകരിക്കാൻ? പ്രിയമുള്ളവരെ, അപ്പോൾ ഓർക്കുക, സാമ്പത്തിക രംഗത്ത് കണിശമായിട്ടുള്ള അച്ചടക്കം നമ്മൾ പാലിക്കണം. അതാണ് ജീവിത വിശുദ്ധി എന്ന് പറയുന്നത്. സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ പ്രവാചകൻ പറയുന്നു, ലൻ യദ്ഖുലൽ ജന്നത ലഹ്മുൻ നബത മിൻ സുഹ്തിൻ, ഹറാം കൊണ്ട് ഉണ്ടായിട്ടുള്ള വളർന്നിട്ടുള്ള മാംസം നിന്റെ ശരീരത്തിലുണ്ടോ, ഒരു കോശം നിന്റെ ശരീരത്തിലുണ്ടോ, ലൻ യദ്ഖുലൽ ജന്ന എന്നാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുകയേയില്ല എന്നാണ്, ഒരിക്കലും പ്രവേശിക്കുകയില്ല എന്നാണ് ഇമാം ദാരിമി തൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 2818-ാമത്തെ വചനം. ഒട്ടനവധി ഹദീസ് ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ. അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, മറ്റൊരു സഹോദരൻ്റെ സമ്പത്ത് അനർഹമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരും. ഒരു സംശയവും വേണ്ട. ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, അവൻ അല്ലാഹു നരകം നിർബന്ധമാക്കി എന്നുള്ളതാണ്. ഈ അടുത്ത് ഒരാൾ കാറ് വാടക കൊടുത്തു. അപ്പോൾ വ്യവസ്ഥയിൽ പറഞ്ഞതിലധികം കിലോമീറ്ററുകൾ ഓടി എന്ന് ഈ റെൻ്റേ കാറിൻ്റെ ഉടമസ്ഥൻ പറയുന്നു. എന്നാൽ കാറ് വാടകയ്ക്കെടുത്ത സാധുവായ മനുഷ്യൻ, ഇല്ല, ഞാൻ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ആ മനുഷ്യൻ 10,000 റിയാൽ ഈ ഉടമസ്ഥന് കൊടുക്കേണ്ടി വരികയാണ്. ഈ സംഭവം ജഡ്ജിയുടെ മുമ്പാകെ വരികയുണ്ടായി. ജഡ്ജി പറഞ്ഞു, അന്യായമായി കൊണ്ട് മറ്റുള്ളവൻ്റെ സമ്പത്തെടുത്തു കഴിഞ്ഞാൽ ഫലഹു നാറു ജഹന്നം, ജഹന്നമിൻ്റെ അഗ്നിയാണ് അവനെ കാത്തിരിക്കുന്നത് എന്ന്. ആ വാക്ക് കേട്ടപ്പോൾ, അത് കേട്ടുകൊണ്ടിരുന്ന എൻ്റെ മനസ്സ് പിടഞ്ഞു. പ്രിയമുള്ളവരെ, നരകമാണവന്. ആ വാക്ക് കേട്ടപ്പോൾ ആ മനുഷ്യൻ, ഞാൻ 5000 രൂപ വിട്ടു, 5000 റിയാൽ വിട്ടു എന്ന് ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മുഖം ചുവക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അതാണ് അന്യായമായി കൊണ്ട് മറ്റൊരുത്തൻ്റെ സമ്പത്ത്, അത് നയാ പൈസയാണെങ്കിലും എടുക്കാൻ പാടില്ല. ആ ഹദീസിൽ കാണാം, മറ്റൊരുത്തൻ്റെ സമ്പത്ത് എടുത്തതിൻ്റെ പേരിൽ നരകം നിർബന്ധമാക്കപ്പെട്ടു
നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ സംശയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. വ ഇൻ കാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, ദൈവദൂതരെ, ഒരു ചെറിയ വസ്തുവാണെങ്കിലോ, അതിപ്പോൾ ചെറുതല്ലേ, അതിപ്പോൾ നമ്മൾ മോഷ്ടിച്ചാൽ, അത് നമ്മൾ അദ്ദേഹത്തിൻ്റെ അനിഷ്ടം ഉണ്ടായിരിക്കെ തന്നെ എടുത്താൽ അത് കുഴപ്പമില്ല, അത് പ്രശ്നമല്ലേ, ചെറുതല്ലേ, 1 റിയാലല്ലേ, 1/2 റിയാലല്ലേ, അല്ലെങ്കിൽ 10 റിയാലല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊരാൾ എടുത്താലോ? അള്ളാഹിൻ്റെ റസൂല് പറയാണ്, വ ഇൻ കാന ഖലീബൻ മിൻ അറാഖ്, അറബികള് ദന്തശുചീകരണത്തിന് ഉപയോഗിക്കുന്ന പിന്നെ ഒരു ചെടിയുടെ കഷ്ണമുണ്ട്, അറാഖ് എന്ന് പറയും. എത്ര നിസ്സാരമാണത്! അതാണ് അനർഹമായി കൊണ്ട് നീ എടുത്തതെങ്കിലും നരകമാണുള്ളത് എന്ന് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഹദീസ് പരിശോധിച്ച് നോക്കാം. സഹീഹ് മുസ്ലിമിലെ 138-ാമത്തെ വചനമാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ ഒരു ഹൈന്ദവ സുഹൃത്തുണ്ടായിരുന്നു, ആനന്ദ് നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വിൽക്കുകയും അതുപോലെ പ്രിൻ്റർ വിൽക്കുകയും അത് റിപ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ജോലിയാണ്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഈ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ചില ആളുകൾ അവർ 250 റിയാലിൻ്റെ ഒരു പ്രിൻ്റർ വാങ്ങുകയാണ്, എന്നിട്ടോ ബ്ലാങ്ക് ബില്ല് കൊണ്ടുപോവുകയാണ്. അവരതിന് 600 റിയാൽ രേഖപ്പെടുത്തുന്നു, എന്നിട്ട് കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നു. അങ്ങനെ എത്രയോ ആളുകൾ, നഊദു ബില്ലാഹ്, അങ്ങനെയുള്ള സമ്പത്തെങ്ങാനും നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്കോ മക്കൾക്കോ കൊടുത്താൽ, അങ്ങനെയുള്ള സമ്പത്തിൽ നിങ്ങൾ ഒരിറക്ക് വെള്ളം കുടിച്ചാൽ റബ്ബിൻ്റെ മുമ്പിൽ നിങ്ങൾ പരാജിതനായിരിക്കും. പ്രിയമുള്ളവരെ, സംശയം വേണ്ട. നമ്മുടെ ജീവിതം അള്ളാഹിൻ്റെ കോടതിയിൽ അത് നരകത്തിൽ പോകാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ തികഞ്ഞ അച്ചടക്കം പാലിക്കുക തന്നെ വേണം. ഇപ്പൊ സ്ത്രീധനം നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, എത്ര അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോ പണം ചോദിച്ച് വാങ്ങാറില്ല വിവാഹങ്ങൾക്ക് അധികവും. എന്നാൽ ആഭരണം നോക്കും, എത്ര കിട്ടും, അവൻ്റെ അനിയത്തിക്ക് ജ്യേഷ്ഠത്തിക്ക് എത്ര കൂടുതലുണ്ട്, 100 ആണോ എങ്കിൽ ഇതിന് 100 കിട്ടും എന്നുള്ള ആ ഒരു കണക്കെടുപ്പ്, ആ ഒരു ധാരണയിലൂടെ അങ്ങനെ സ്ത്രീധനം വാങ്ങുന്ന ആളുകൾ. സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 1961 സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവരികയുണ്ടായി. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ആ നിയമം 961 വന്നതെങ്കിൽ പരിശുദ്ധ ഇസ്ലാമില് 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നു എന്ന് പറയാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ മലായികത്തുകളിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, ഈമാനുണ്ട് എന്ന് പറയുന്ന മനുഷ്യരെ, നിങ്ങൾ അന്യായമായി കൊണ്ട് മറ്റൊരുത്തന്റെ സമ്പത്ത്, അത് സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞാലും നിങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. ആളുകൾ എന്താ ചെയ്യുന്നത്? പണം ലക്ഷങ്ങൾ ചോദിച്ചു വാങ്ങുന്ന ഒരു രൂപമായിരുന്നു മുമ്പ്. ഇപ്പോഴും കേരളത്തിൽ ചില ഭാഗങ്ങളുണ്ട്. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടർ, ഒരു മുസ്ലിം പേരുള്ള ഒരു ഡോക്ടർ, 26 വയസ്സായിട്ടുള്ള ഒരു യുവതി തൂങ്ങി മരിച്ചു തിരുവനന്തപുരത്ത്, കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത്. 50 ലക്ഷം സ്ത്രീധനം ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, പണം ചോദിച്ചു വാങ്ങുന്ന രൂപം അതൊഴിവാക്കി ആഭരണം നോക്കുന്നു, ജോലി നോക്കുന്നു. ജോലിയുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ ശമ്പളം അടിച്ചു മാറ്റാം. അപ്പം ഇങ്ങനെ അനർഹമായി സമ്പത്ത് ഉപയോഗിക്കാനും എടുക്കാനുമുള്ള ഒരു പ്രവണത. അതുപോലെ തന്നെ പ്രിയമുള്ളവർ, ഈ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ അവസാനിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? കടം, ലോണ്, ഇതൊക്കെ ധാരാളമായിട്ട് വാങ്ങും.
അവരെന്താ ചെയ്യണത്? ബാങ്കുകൾ, അതുപോലെ ഇതുപോലെയുള്ള പണമിടപാട് സ്ഥാപനങ്ങൾ മനുഷ്യൻ്റെ പിന്നാലെ നടക്കാൻ നിരന്തരം മെസ്സേജുകൾ അയക്കുന്നു. 30 ലക്ഷം ലോൺ കിട്ടും, 50 ലക്ഷം ലോൺ കിട്ടും, 1 കോടി വാഹനത്തിന് ലോൺ, വീടിന് ലോൺ, വിവാഹത്തിന് ലോൺ, ഇങ്ങനെ ലോൺ കിട്ടും, കടം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ മോഹിപ്പിക്കുകയാണ്. അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ടൈൽസ് ഇടാൻ കടങ്ങൾ വാങ്ങുന്നു, വീടിൻ്റെ ചുറ്റും മതിൽ കെട്ടാൻ കടങ്ങൾ വാങ്ങുന്നു, ലോണ് വാങ്ങുന്നു, ഒരാവശ്യവുമില്ലാതെ ഭാര്യയുടെ സ്വർണം കൊണ്ടുപോയിട്ട് പണയം വെക്കുന്നു. ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കാൻ എത്രമാത്രം അപകടകരമായ കാര്യമാണ് കടം എന്നുള്ള കാര്യം. ചില ആളുകൾ തനിക്ക് താങ്ങാൻ പൊന്താത്ത ഒരാൾക്ക് ഒരു 2 കിൻഡൽ 1 കിൻഡലൊക്കെ ഏറ്റുന്ന ആളുകളുണ്ടായിരുന്നു, ചുമട് വെക്കുന്ന ആളുകളുണ്ട്. ഒരു 2 കിൻഡൽ ഒരാളുടെ തലയിൽ വെച്ച് കൊടുത്ത എന്തായിരിക്കും അവസ്ഥ? അതുപോലെ താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ഭാരം കടമായി തലയിലേറ്റുന്ന ചില ആളുകൾ വളരെ അപകടമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, അഊദു ബില്ലാഹി മിനൽ കുഫ്രി വദ്ദൈൻ, നാഥാ കടത്തിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളതാണ്. കടം കുഫറിനോടാണ് ചേർത്തി പറഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ അത്തഹിയാത്ത് കഴിഞ്ഞ് സലാത്ത് കഴിഞ്ഞ് അവസാനത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഇങ്ങനെ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സഹീൽ 832 നമ്പറായിട്ട് രേഖപ്പെടുത്തുന്നു. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഗ്റമി വൽ മഅ്സം, റബ്ബേ ഞാൻ നിന്നോട് ഇതാ രക്ഷ തേടുന്നു പാപത്തിൽ നിന്നും കടത്തിൽ നിന്നും. കടം അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നല്ല കാര്യമല്ല. കടം ഉണ്ടാകുക എന്നുള്ളൊരു ഇമേജ് ആയിട്ടൊരു സ്റ്റാറ്റസ് ആയിട്ട് കാണുന്ന ഒരു കാലഘട്ടമാണ് പലരും. പക്ഷേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ ചോദിച്ചു പ്രവാചകനോട്, പ്രവാചകരെ ഇന്നക തസ്തഈദു മിനൽ മഗ്റമി കസീറാ, അങ്ങ് കടത്തിൽ നിന്ന് ഇങ്ങനെ ധാരാളം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്താണത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇദാ ഗരിമ ഇസ്തദാന ഹദ്ദസ, അവന് പല കാര്യങ്ങൾക്കും വഴിപ്പെടും. അവന് സംസാരിച്ചാൽ ഫകദബ, കളവ് പറയും, വവഅദ ഫഅഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. അതൊക്കെ കടത്തിൻ്റെ ഫലങ്ങളായിട്ട് വരും എന്നുള്ളതാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന. അപ്പം കടം വാങ്ങുന്നവർ എന്തിനായാലും സൂക്ഷിക്കുക. കടം എന്ന് പറയുന്നത് വാങ്ങാതിരിക്കാനുള്ള അങ്ങേയറ്റത്തെ പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. അങ്ങേയറ്റം ഗത്യന്തരമില്ലാത്ത ഒരു സാഹചര്യത്തിൽ മാത്രം കടം വാങ്ങുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്യാവശ്യത്തിന്, ഒരിക്കലും ആർഭാടത്തിനോ ധൂർത്തിനോ നമ്മൾ കടം വാങ്ങിക്കൂടാ എന്നുള്ളതാണ്. ഇനിയോ നമ്മുടെ ജീവിത വിശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ വസ്ത്രം എന്ന് പറയുമ്പോൾ ഔറത്ത് മറയാറുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ധൂർത്താണ് പല കുടുംബങ്ങളിലും. വസ്ത്രം, ഉടുക്കുന്ന വസ്ത്രം, അതുപോലെ ബെഡ്ഷീറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ധൂർത്തടിക്കുന്ന ആളുകൾ, അതൊക്കെ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. ഒരു സംശയവും വേണ്ട. ഒരു ഹദീസിൽ കാണാം, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ചില ചോദ്യങ്ങളുണ്ട്, 4 ചോദ്യങ്ങൾ. അതിനുത്തരം പറയാതെ ഒരു കാൽപാദം മുന്നോട്ട് വെക്കുക അസാധ്യമാണ്. എന്താ ചോദ്യം? വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. മിൻ ഐന ഇക്തസബ, എവിടെന്നാണ് സമ്പാദിച്ചത്? വഫീമ അൻഫക, എങ്ങനെ ചെലവഴിച്ചു? അപ്പൊ കണക്കല്ലാത്ത ഡ്രസ്സുകൾ, ചിലപ്പോൾ അതിൻ്റെ പുതിയ ഒരു പുതുക്കം അത് മാറിയിട്ടുണ്ടാവുകയില്ല. നമ്മുടെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. ഖുർആൻ പഠിക്കുന്ന അള്ളാഹുവിൻ്റെ ദാസികളെന്ന് ആഗ്രഹിക്കുന്ന പറയുന്ന നമ്മുടെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? സ്ത്രീകളുടെ അടിയിലൊരു സ്വഭാവമേ അത് തിരുത്തേണ്ടത്. അതായത് 1 or 2 പ്രോഗ്രാമുകളിലേക്ക് ഒരു ഡ്രസ്സ് ഇട്ടാൽ ഡ്രസ്സിന് എത്ര വില? 4000, 3000, 5000. ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വില ഉള്ളത് ഉണ്ടാവും കേട്ടോ. 10,000 രൂപയുള്ള ഒരു പർദ്ദ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിന്, ഒരു സൽക്കാരത്തിന്, 3ാമതൊരു പരിപാടിക്ക് അത് ഇടൂല.
ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അത് അവസാനിപ്പിക്കണം. നമ്മൾ മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, റബ്ബിനോട് കണക്ക് പറയേണ്ടവരാണ്. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ടി വിയിൽ നമ്മൾ കാണുകയാണ്, ടി വിയിലും സീരിയലുമൊക്കെ സെലിബ്രിറ്റികളെ കാണുകയാണ്. അവരുടെ വസ്ത്രധാരണം ഒരു മുസ്ലിം സ്ത്രീ അനുകരിച്ചുകൂടാ. അവര് മാറ് തുറന്ന് ഔറത്ത് മറക്കാതെ അരോചകമായ വെറുപ്പുളവാക്കുന്ന ആ രൂപത്തിലുള്ള വസ്ത്രം അത് പാടില്ല. പുരുഷന്മാർ അവർ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക എന്നുള്ളത് കുറ്റകരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഔറത്ത് വെളിവാക്കിക്കൊണ്ടുള്ള വസ്ത്രധാരണം, ഇനി വസ്ത്രം ധരിച്ചിട്ടും ഇതൊക്കെ പുറത്തു കാണുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം ആളുകളെ ലൈംഗിക വിചാരങ്ങൾ ഉത്തേജിപ്പിക്കുന്ന രൂപത്തിലുള്ള അങ്ങനെയുള്ള വേഷവിധാനങ്ങൾ, അതുകൊണ്ട് നീ കുറ്റക്കാരിയായി മാറും. അതുകൊണ്ട് ഓർക്കുക, അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിക്ഷ വാങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അത് കാരണം ഒരു മനുഷ്യൻ വ്യഭിചാരത്തിലേക്ക് പോയാലോ അവിടെയൊക്കെ ലൈംഗിക രംഗത്ത് അച്ചടക്കം പാലിക്കണം. ഇന്നിപ്പോ സുബ്ഹാനല്ലാഹ്, ലൈംഗിക രംഗത്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പ്രകൃതി വിരുദ്ധ ലൈംഗികത, സ്ത്രീകൾക്കിടയിൽ, ഞാനത് വിശദീകരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം എന്ന് പറയുന്നത് 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ അതിന്റെ 32-ാമത്തെ വചനം, വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. വ്യഭിചാരത്തോട് നീ അടുത്തു പോകരുത്, തീർച്ചയായും അത് മ്ലേച്ഛ വൃത്തിയാണ്, അത് ദുരാചാരമാണ്, ദുഷ്പ്രവൃത്തിയാണ് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ താക്കീതാണ്. അതിനോട് സമീപിച്ചു പോകരുത് എന്നുള്ള ലൈംഗിക രംഗത്ത് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്, ആ വിഷയങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ വീട്ടില് സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ അതൊക്കെ വാങ്ങുമ്പോൾ അവിടെയൊക്കെ നമ്മൾ പൊങ്ങച്ചം, മഹന്ത, അതല്ലെങ്കിൽ ഒരു പെരുമ നടിക്കൽ, അതൊന്നും പാടുള്ളതല്ല. അനാവശ്യമായി സമ്പത്ത് ചെലവഴിച്ചാൽ അവർ പിശാചിന്റെ അനുയായികളാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം പറയേണ്ടതുണ്ടോ, അതിന് മാത്രം വലിയ വിഷയമുണ്ടോ എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ആ തോന്നലിനുള്ള മറുപടിയാണ് 17-ാം അധ്യായം 27-ാം സൂക്തം, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു അവർ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പാടുള്ളതല്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ നന്നാക്കുക. നമ്മുടെ മനസ്സിനെ നന്നാക്കാൻ നമ്മൾ തയ്യാറില്ല എങ്കിൽ പരാജയമാണ്, നിന്ദ്യതയാണ്, അപമാനമാണ്, നരകമാണ് അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് ലഭിക്കാനുള്ളത്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആര് ആത്മാവിനെ പരിശുദ്ധമാക്കിയോ അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹാ. ആര് ആത്മാവിനെ മലിനമാക്കിയോ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാവുണ്ടല്ലോ പ്രിയമുള്ളവരെ, സംസാരം ഏറെ നമ്മൾക്ക് ശുദ്ധി പാലിക്കേണ്ടുന്ന ഒരു രംഗമാണ് നമ്മുടെ നാവെന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിൽ, ഞാൻ ജില്ലയുടെ പേരൊന്നും പറയുന്നില്ല, സുബ്ഹാനല്ലാഹ്, ഒരു തിരക്കേറിയ ബസ്സിൽ പ്രായം ചെന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് അറിയാതെ എങ്ങോ ഈ കാലിൽ ഒന്ന് ചവിട്ടിപ്പോയി എന്നുള്ളതാണ്. ഇതിൻ്റെ പേരിൽ ഒരു യുവാവ്, സാധാരണ ആളുകൾ പറയാറുണ്ട് പൂരത്തെറി എന്ന്, ഒരു 10,000 പൂരത്തെറി എന്ന് പറഞ്ഞു നോക്കൂ. ആ രൂപത്തിൽ ആക്ഷേപിക്കുകയുണ്ടായി. ആ മനുഷ്യനെ അടിച്ചു, മർദ്ദിച്ചു. ആ വ്യക്തി ഇന്ന് ജയിലിലാണ്. നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥയാണത്. ആളുകൾ എന്തും പറയുക, എന്തും എവിടെ വെച്ചും. ഒരു ബസ്സിൽ എത്ര ആളുകളുണ്ടാകും, അതിൽ സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പ്രായം ചെന്ന ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ ഇങ്ങനെ വൃത്തികെട്ട സംസാരങ്ങൾ, അതൊക്കെ ഈ മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾ നടത്തുന്നു എങ്കിൽ ഈ സമുദായത്തിന് എത്ര അപമാനമാണ്.
ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഗീബത്തും നമീമത്തും അതൊക്കെ വളരെ ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതാണ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ, നാവ് കൊണ്ട്, ഈ സംസാരം കൊണ്ട് നരകത്തിൽ മനുഷ്യര് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നാവ് കൊണ്ടുള്ള കാരണം കൊണ്ട് മനുഷ്യർ മുഖം കുത്തിക്കൊണ്ട് നരകത്തിൽ വീഴുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാവ് കൊണ്ട് സംസാരം ശ്രദ്ധിക്കണം. ഓരോ സംസാരങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഏഷണയും പരദൂഷണവും പറയുമ്പോൾ എത്ര മാത്ര അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത നമുക്കറിയാം, അറഫ ദിവസത്തിന്റെ പവിത്രത, അറഫ ഭൂമിയുടെ പവിത്രത. അതുപോലെയാണ് ഒരാളുടെ അഭിമാനം. അത് പിച്ചി ചീന്തുന്ന രൂപത്തിൽ ആരെങ്കിലും സംസാരിച്ചാൽ അവൻ എത്ര വലിയ പാതകമാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് മിഅ്റാജ് പോയ ഘട്ടത്തിൽ ഒരു ജനവിഭാഗത്തെ കണ്ടല്ലോ. മറർതു ബി ഖൗമിൻ ലഹും അൽഫാറും മിൻ നുഹാസ്. ഒരു ജനത, അവരുടെ അരികിലൂടെ അല്ലാഹുവിൻ്റെ റസൂല് പോയി. അവര് ചെമ്പുകൾ കൊണ്ടുള്ള നഖമുണ്ടായിരുന്നു. അവർ യഹ്മശൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മുഖത്തും മാറത്തുമൊക്കെ അങ്ങനെ മാന്തി പൊളിക്കുകയാണ്. പ്രവാചകൻ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ ഇവരാരാണ്? പ്രവാചകൻ പറഞ്ഞു, ജിബ്രീൽ പറഞ്ഞു, ഹൗലാഇൽ ലദീന യഅകുലൂന ലുഹൂമൻ നാസി വയഖഊന ഫീ അറാളിഹിം, ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്ന, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ആളുകളാണവർ. ഓർക്കുക, മറ്റൊരാളുടെ ഗീബത്ത് പറയുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ആശ്വാസം ഉണ്ടാകും, രസമുണ്ടാകും, മറ്റൊരാളെ ചിരിപ്പിക്കാൻ കഴിയും. പക്ഷേ അത് അന്ത്യനാളിൽ വലിയ തിന്മയായിട്ട് മാറും. പരിശുദ്ധ ഖുർആനിൽ എന്താ പറയുന്നത്? വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ, അവഹേളിച്ച് പറയുന്നവൻ, കുത്തിപ്പറയുന്നവൻ, അവർക്കൊക്കെ നാശം എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹുജറാത്തിൽ ആവർത്തിച്ചുകൊണ്ട് പറയുന്നു. ഏഷണി, ഒരു ഭാര്യയും ഭർത്താവിൻ്റെ ഭാഗത്താണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുക, ഭാര്യയുടെ ഭാഗത്താണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവളോട് സംസാരിക്കുക. എന്നിട്ടോ ഇയാളുടെ ലക്ഷ്യം എന്താ? അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക എന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിനരികിലൂടെ നടക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, അവർ ഖബർ ശിക്ഷ അനുഭവിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഒന്ന്, മൂത്ര വിസർജന സമയത്ത് മറ സ്വീകരിക്കാത്ത ആളുകളാണ്. മറ്റൊന്നോ, അവർ നമീമത്തുമായി നടക്കുന്നവരാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നവരല്ലേ? രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. നമ്മളേത് രാഷ്ട്രീയ കക്ഷികളിലാണെങ്കിലും അതിലൊക്കെ തിന്മകളുണ്ട് എന്നുള്ളത് പകല് പോലെ സത്യമാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ തിന്മകൾ കണ്ടാൽ എൻ്റെ പാർട്ടിയല്ലേ എന്ന് കരുതി അതിനെ അനുകൂലിക്കുക എന്നുള്ളത് മുസ്ലിമായ മുഅ്മിനായ ഒരാൾക്ക് പാടില്ലാത്തതാണ് എന്ന് നമ്മൾ അറിയുക. തിന്മയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, അത് പാടില്ല. ഈ മുസ്ലിങ്ങളും അന്യമതസ്ഥരും തമ്മിലൊരു പ്രശ്നം, ന്യായം, സത്യം, നീതി അത് അവരുടെ ഭാഗത്താണെങ്കിൽ ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് എൻ്റെ മതത്തിൻ്റെ ആളുകളുടെ ഭാഗത്താണ് ഞാൻ നിൽക്കേണ്ടത് എന്നാണോ കരുതേണ്ടത്? അല്ല, സത്യത്തിൻ്റെ ഭാഗത്താണ്. ജീവിത വിശുദ്ധി വേണം. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൂറത്തു നിസാഇന്റെ 11 മുതലുള്ള വചനങ്ങളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുക. അപ്പോൾ രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നേതാവെന്ത് പറഞ്ഞാലും അതപ്പടി വിഴുങ്ങുന്ന, അതിനുവേണ്ടി ചാവേറാകുന്ന ആ ദുഷ്പ്രവണത ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ,
രാഷ്ട്രീയ കക്ഷികളിലെ അതിൽ ശിർക്ക് പ്രവർത്തിക്കുന്നവരുണ്ടാകാം, മറ്റുള്ള ജനങ്ങളെ വഞ്ചിക്കുന്നവരുണ്ടാകാം. അതിനൊന്നും നമ്മൾ കൂട്ടുനിൽക്കുന്നുകൂടാ. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ, അതാണ് നന്മക്കും പുണ്യത്തിനും വേണ്ടി സഹകരിക്കുക. വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. 5-ാം അധ്യായത്തിന്റെ ആമുഖത്തിൽ അല്ലാഹു തആല പറഞ്ഞു, പാപത്തിനും ശത്രുതക്കും നിങ്ങൾ സഹായിക്കരുത് എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരികയാണ്. മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രാർത്ഥന ഒരുപക്ഷെ നിങ്ങൾ പഠിച്ചു കാണും. അതെന്തിനാ പ്രാർത്ഥന? ജീവിത വിശുദ്ധിക്ക് നമ്മൾ കിണഞ്ഞ് പരിശ്രമിക്കുക, തികഞ്ഞ സൂക്ഷ്മത പാലിക്കുക, അതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, അല്ലാഹുവേ എൻ്റെ മനസ്സിന് സൂക്ഷ്മതാബോധം നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറും മൻ സക്കാഹാ, നീ അതിനെ പരിശുദ്ധമാക്കണമേ. നീ മനസ്സുകളെ പവിത്രമാക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. അൻത വലിയുഹാ വമൗലാഹാ, നീയാണതിൻ്റെ യജമാനൻ, നീയാണതിൻ്റെ രക്ഷാധികാരി. സഹീഹ് മുസ്ലിമിലെ 2722 വചനമാണ്. ആ പ്രാർത്ഥന നിർബന്ധമായും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, അത് നമ്മൾ പഠിക്കണം. എന്നിട്ടോ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ നോക്കൂ, നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അവസാനിപ്പിക്കാൻ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കരിക്കുന്നു. അതിൽ 3-ാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ പറയുന്നത്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, വനക്ഹി മിനൽ ഖത്വായാ കമാ യുനക്ക സൗബുൽ അബിയദു മിനദ് ദനസ്, നാഥാ മരണപ്പെട്ട് ഈ കിടക്കുന്ന മയ്യത്തിനെ വെള്ള വസ്ത്രം കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ നീ ശുദ്ധീകരിക്കണമേ എന്നാണ്. മരണാനന്തരം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ മനുഷ്യന് എല്ലാ പാപങ്ങളിൽ നിന്നും പുറത്തു കൊടുത്ത് മാപ്പ് കൊടുത്ത് നീ ശുദ്ധീകരിക്കണം. ഏതുപോലെ? ഒരു വെള്ള വസ്ത്രം, ഒരഴുക്കോ ചെളിയോ ഒരു ഡോട്ടോ ഒന്നുമില്ലാത്ത, ഒരു കറ പുരളാത്ത ആ വെള്ള വസ്ത്രം കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ ശുദ്ധീകരിക്കണമേ എന്നാണ്. എന്തുകൊണ്ട് നമുക്ക് ജീവിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ആയിക്കൂടാ? മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരങ്ങൾക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അകറ്റിയതുപോലെ എൻ്റെയും എൻ്റെ പാപത്തിൻ്റെയും ഇടയിൽ നീ അകറ്റണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന മുഴുവനായിട്ട് ജീവിത വിശുദ്ധിക്കുള്ള പ്രാർത്ഥനയാണ്. അതിൽ കാണാം, അല്ലാഹുമ്മ നഖ്നി മിനൽ ഖത്വായാ കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ്, വെള്ള വസ്ത്രം കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ. ആ പ്രാർത്ഥനകളൊക്കെ വിശദീകരിക്കേണ്ടതാണ്. സമയം ഇല്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ പ്രതിജ്ഞയെടുക്കുക. നമ്മൾ എല്ലാവിധ തിന്മകളിൽ നിന്നും സാധ്യമാകുന്നത്ര മാറി നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ നിറഞ്ഞ ജീവിത വിശുദ്ധിയുള്ള ജീവിതമാണ് ജീവിക്കുക എന്ന് അർഹമുർ റഹീമിനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് ചികിത്സ ആരംഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് ആ കുട്ടിക്ക് ശിഫയും സമാധാനവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് ഈ പരീക്ഷണ ഘട്ടത്തിൽ ക്ഷമയവലംബിച്ചുകൊണ്ട് ഈമാനോടുകൂടെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് റഹ്മാനായ റബ്ബേ നീ നൽകണമേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്രിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.